വെൽക്കം ടു ഫൈനസ്റ്റ് ഓട്ടോ ഡീൽസ്. 2013 മോഡൽ 2014 രജിസ്ട്രേഷനുള്ള ഫോർഡ് ഫിഗോയാണ് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്നത്. ഇത് സെയിൽ വീഡിയോ ആണ്, അതോടൊപ്പം തന്നെ ഈ വാഹനത്തിൻ്റെ ഒരു റിവ്യൂവും കൂടിയാണ്. നല്ല കണ്ടീഷനിൽ മെയിൻറ്റെയിൻ ചെയ്തിട്ടുള്ള വർക്കുകളെല്ലാം തീർത്തിട്ടുള്ളൊരു വണ്ടിയാണ്. എക്സ്റ്റീരിയേഴ്സും പെയിൻറ്റിങ്ങും എല്ലാം നല്ല നീറ്റാണ്. അതുപോലെ തന്നെ റീപ്ലേസ്മെൻറ്റ്സ് ഒന്നും തന്നെ ഇല്ല. റീസെൻ്റ്ലി ടച്ചപ്പ് കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. ഗ്ലാസ്സുകളെല്ലാം തന്നെ ജെനുവിൻ ഇയറാണ്. 2029 വരെ ടെസ്റ്റും ടാക്സും എല്ലാം വാലിഡിറ്റി ഉണ്ട്. പുതിയ ഇൻഷുറൻസ് എടുത്തിട്ടുണ്ട്. അത്യാവശ്യം ചെറിയ രീതിയിലൊക്കെ മോഡിഫിക്കേഷൻസ് ചെയ്തിട്ടുണ്ട് വാഹനത്തിൽ. ഡാഷ്ബോർഡും ഡോർ പാഡ്സും എല്ലാം ഒരു ബ്ലാക്ക് ആൻഡ് റെഡ് കോംബോ ആണ് ആക്കിയിരിക്കുന്നത്. ഇത് ഡീസൽ വേരിയൻ്റ് ആണ്. AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്, സ്റ്റീരിയോ കൊടുത്തിട്ടുണ്ട്. എല്ലാ ഫങ്ഷൻസും പ്രോപ്പർലി വർക്കിംഗ് ആണ്. സീറ്റ് കവേഴ്സൊക്കെ ഒരു തിരക്കേടില്ലാത്തൊരു കണ്ടീഷനിലാണുള്ളത്. ബാക്കി ഇൻറ്റീരിയർ സൈഡൊക്കെ നോക്കുമ്പോൾ അത്യാവശ്യം നീറ്റാണ്. അണ്ടർ ബോഡി ചെക്ക് ചെയ്തപ്പോഴാണെങ്കിലും വേറെ പാച്ച് കാര്യങ്ങളൊന്നും കാര്യമായിട്ടൊന്നും കണ്ടില്ല. ഓൾറെഡി അണ്ടർ ബോഡി കോട്ടിങ് ചെയ്തിട്ടുള്ളതാണ്. ഇനി നമുക്കിതിൻ്റെ ടയർ ഭാഗത്തേക്ക് നോക്കാം. 4 അലോയ് വീൽസ് കൊടുത്തിട്ടുണ്ട്. അതും ഒരു 70% ഉള്ള ടയറുകളാണുള്ളത്. നിലവിൽ ഈ വാഹനം 3rd ഓണർഷിപ്പിലാണുള്ളത്. നമുക്കിതിൻ്റെ എൻജിൻ ഭാഗത്തേക്ക് നോക്കാം. ആക്സിഡൻസ് കാര്യങ്ങളൊന്നും സംഭവിച്ചിട്ടില്ല. പുതിയ ബാറ്ററി കൊടുത്തിട്ടുണ്ട്. അതുപോലെ മേജർ സർവീസ് കഴിഞ്ഞിട്ടുണ്ട്. ടൈമിംഗ് ബെൽറ്റ് ഈ സർവീസിൽ മാറിയിട്ടുണ്ട്. വേറെ ഇഞ്ചക്ടർ ഇഷ്യൂസ് ഒന്നും ഈ വാഹനത്തിൽ നിലവിലില്ല. വേറെ ജർക്കിയും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല. അതുപോലെ ബാക്ക് കംപ്രഷനൊന്നും ഉണ്ടായിരുന്നില്ല. ഇനി നമുക്കിതിനെ ഓടിച്ച് നോക്കാം. സ്റ്റാർട്ട് ചെയ്യുമ്പോഴാണെങ്കിലും വേറെ വലിച്ചിൽ കാര്യങ്ങളൊന്നുമില്ല. അതുപോലെ AC ഒക്കെ നല്ല കൂളിംഗ് ഉണ്ട്. ഇനി ഇതിന് ഫസ്റ്റ് ഗിയർ ഇട്ട് എടുക്കുമ്പോഴാണെങ്കിലും ക്ലച്ചിൻ്റെ ജഡറിങ് ഫീൽ ചെയ്തിരുന്നില്ല. നമുക്കിത് സസ്പെൻഷൻ നോയ്സ് കാര്യങ്ങളൊന്നും കാര്യമായിട്ട് ഉണ്ടായിരുന്നില്ല. ലോ ബഡ്ജറ്റിലൊക്കെ ഡീസൽ കാർ നോക്കുന്നവർക്ക് ഒരു 20 കിലോമീറ്ററൊക്കെ മൈലേജുമായിട്ട് നമുക്ക് കൊണ്ടു നടക്കാൻ പറ്റിയ കോമ്പാക്റ്റ് ആയിട്ടുള്ളൊരു ഡീസൽ കാറായിട്ട് നമുക്ക് ഈ വണ്ടിയെ ചൂസ് ചെയ്യാം. ബേസിക്കലി പണികൾ വരുന്നത് കുറവാണ്. വന്നു കഴിഞ്ഞാൽ ചെറിയൊരു കോസ്റ്റ് ആവും നമുക്ക് നന്നാക്കാനായിട്ട്. കാല് കൊടുത്തെടുക്കുമ്പോഴാണെങ്കിലും നല്ല പുള്ളിങ് ഒക്കെ ഉണ്ട്. ടർബോ ലാഗ് ഇല്ലാതെ തന്നെ കയറി പോകുന്നൊരു വണ്ടിയാണത്. ബേസിക്കലി ഈ വണ്ടിയിൽ ഇഞ്ചക്ടർ ഇഷ്യൂസാണ് വരാറ്. കോമൺലി ഇപ്പോൾ നമുക്ക് കുറച്ചും കൂടിയും റീസണബിൾ റേറ്റിൽ ഇത് നന്നാക്കാനായിട്ട് സാധിക്കും. ബട്ട് പ്രസൻ്റ്ലി ഈ വണ്ടിയിൽ അങ്ങനത്തെ ഒരു ഇഷ്യൂസ് ഒന്നും തന്നെ ഇല്ല. വേറെ ജർക്കിങ് കാര്യങ്ങളൊന്നും തന്നെ ഇല്ല. ലോ ബഡ്ജറ്റിൽ കുറച്ച് റൈഡിങ് ഫീലൊക്കെ കിട്ടുന്ന ഒരു ഡീസൽ കാറാണ് നിങ്ങൾ നോക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ കാറൊന്ന് വന്ന് നോക്കാവുന്നതാണ്. നിലവിൽ ഇതിന് പുതിയ ഇൻഷുറൻസും എടുത്തിട്ടുണ്ട്. മറ്റ് മാരുതിയുടെ ഡീസൽ വാഹനങ്ങൾ ഓടിക്കുന്നത് വെച്ച് കമ്പയർ ചെയ്യുമ്പോൾ നമുക്ക് കുറച്ചും കൂടി റൈഡിങ് ഫീൽ കിട്ടുന്നത് ഫിഗോയ്ക്കാണ്. അതുപോലെ തന്നെ ഈ വണ്ടി എടുക്കുമ്പോൾ നമുക്ക് വേറെ കാര്യമായ വർക്കുകളൊന്നും ചെയ്യാനില്ല. അതിൽ വർക്കുകളെല്ലാം കഴിഞ്ഞിരിക്കുന്ന കാരണം കൊണ്ട് മെക്കാനിക്കൽ സൈഡാണെങ്കിലും നിങ്ങൾക്ക് വേറെ ഒന്നും പ്രത്യേകിച്ച് ചിന്തിക്കേണ്ടതില്ല. ഇതെല്ലാം കൊണ്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ നിങ്ങൾക്ക് നേരിട്ട് ഓണറുമായി ബന്ധപ്പെട്ട് വാഹനം വന്ന് നോക്കാവുന്നതാണ്. ഈ വാഹനത്തിൻ്റെ ലൊക്കേഷൻ വരുന്നത് തൃശ്ശൂർ എറണാകുളം ബോർഡറിലുള്ള പുത്തംവേലിക്കരയിലാണ്. ചോദിക്കുന്ന വില 1,70,70,000 രൂപ നെഗോഷ്യബിൾ ആണ്. ഇതുപോലുള്ള വാഹന സംബന്ധമായ കൂടുതൽ വിശേഷങ്ങൾക്കും വാഹനങ്ങൾ കാണുന്നതിനുമായി പ്ലീസ് watch our Instagram channel and YouTube channel. Finest Auto Deals signing off. Thank you for watching.